ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജനകീയ സമരത്തിന് CPI നേതൃത്വം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി പി ഗവാസ്. ഓണത്തിന് ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്ന് മന്ത്രി MB രാജേഷ്. സ്ത്രീ മുന്നേറ്റത്തിൽ കേരളം മുൻപന്തിയിലാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷനിലൂടെ MVR ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് സഹായഹസ്തം ലഭിക്കും. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജനകീയ സമരത്തിന് CPI നേതൃത്വം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി പി ഗവാസ്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാനും പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കാനും ജനകീയ സമരത്തിന് CPI നേതൃത്വം നൽകുമെന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി പി ഗവാസ്. പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി അധികൃതരെ ബന്ധപ്പെടുമെന്നും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരം നടത്തുമെന്നും പി ഗവാസ് പറഞ്ഞു. മാനാഞ്ചിറ കോംട്രസ്റ്റ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് തൊഴിലാളികൾക്ക് അനുകൂല നടപടി ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷ. കോൺട്രസ്റ്റിന്റെയും മാവൂരിലെ ഗ്വാളിയർ റയോൺസിന്റെയും ഭൂമി പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനം സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതു മുന്നണിക്ക് ജില്ലയിൽ മിന്നും വിജയം നേടാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും പി ഗവാസ് പറഞ്ഞു. ആദ്യം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ വിജയത്തെ നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി അതിന്റെ വിജയത്തെ കൊണ്ടുപോകണം എന്ന അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്ക് ഈ ഒരു കോഴിക്കോട്ടെ വിജയം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിയുടെ കേരളത്തിലെ വികസന നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മൂന്നാം തവണയും ഇടതുപക്ഷം വരിക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK സജിത് കുമാർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണത്തിന് ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്ന് മന്ത്രി MB രാജേഷ്. കുടുംബശ്രീ CDS അധ്യക്ഷന്മാരുടെ സംഗമത്തിന്റെ ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും കോഴിക്കോട് നടന്ന പരിപാടിയിൽ മന്ത്രി നിർവഹിച്ചു. കുടുംബശ്രീ CDS അധ്യക്ഷന്മാരുടെ സംഗമമായ ഒന്നായി നമ്മൾ എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും CDS പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും കോഴിക്കോട്ട് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിച്ച് ഒരു വർഷത്തിനകം 3 ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് വരുമാന ലഭ്യത നേടിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി സംരംഭക രൂപീകരണത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഇനി വരുമാന വർധനമാണ് ലക്ഷ്യമെന്നും കുടുംബശ്രീയെ കാലാനുസൃതമായി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുടുംബശ്രീ കഴിഞ്ഞ 4 വർഷം ഓരോ CDS തലത്തിലും ഏറ്റെടുത്ത വിപുലമായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ പ്രോഗ്രസ് റിപ്പോർട്ട് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന വേദി കൂടിയാണ്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിന് കൊടുത്തിട്ടുള്ള പേര് പെൺകരുത്ത് എന്നാണ്. അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്തായ ഉചിതമായ പേരാണ് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പെൺകരുത്തിന്റെ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഇന്ന് കുടുംബശ്രീക്ക് 48 ലക്ഷം അംഗങ്ങളുണ്ട്.
പരിപാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിഷാദ് സി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി പ്രമീള, കെ പി സുനിൽകുമാർ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ തുടങ്ങിയവരും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീ മുന്നേറ്റത്തിൽ കേരളം മുൻപന്തിയിലാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ബേപ്പൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ ഇടം വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സൈക്കിളുകളുടെ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ബേപ്പൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ഇടം സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഫ്യൂച്ചർ പദ്ധതിയുടെ ഭാഗമായി 100 സൈക്കിളുകളുടെ വിതരണവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് മികച്ച പരിഗണനയാണ് കേരള സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ബേപ്പൂർ മണ്ഡലത്തിലെ 8 സ്കൂളുകളിൽ വിദ്യാർത്ഥിനികൾക്കായി ഇടം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ പുതിയ ലോകത്തെ വെല്ലുവിളികളെ നേരിടുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന നിലയിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറും. മികവിന്റെ കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങൾ മാറുന്നുവെന്നത് ഏറെ സന്തോഷകരമാണ്. പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഏറ്റവും ഗുണമേന്മയേറിയ വിദ്യാഭ്യാസം പൊതുവെ നൽകുന്നു. എല്ലാവർക്കും ഗുണമേന്മ ഏറിയ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രവർത്തിക്കുക. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി സർക്കാരിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങളുമുണ്ട്. ഈ മികവുകൾ നിലനിർത്തുന്നതിൽ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ, സഹകരണം എല്ലാം പ്രതീക്ഷിക്കുന്നു. ആരോഗ്യകരമായ, ആഹ്ലാദകരമായ ഒരു പഠനകാലം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി അധ്യക്ഷയായിരുന്നു. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, വാർഡ് കൗൺസിലർ M ഗിരിജ, SBI റീജിയണൽ മാനേജർ വിജിത് രാജഗോപാലൻ, KSCC മാനേജർ ജമാൽ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷനിലൂടെ MVR ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് സഹായഹസ്തം ലഭിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഫെഡറൽ ബാങ്കിന്റെ CSR വിഭാഗമായ ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ സഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായി കെയർ ഫൗണ്ടേഷന് കീഴിലുള്ള MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രോഗികളുടെ ചികിത്സാ സഹായത്തിനായി 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് കോഴിക്കോട് സോണൽ മേധാവിയും സീനിയർ വൈസ് പ്രസിഡന്റുമായ സുധീഷ് A കെയർ ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ NK മുഹമ്മദ് ബഷീറിന് ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം കൈമാറി. വ്യക്തികളെയും കുടുംബങ്ങളെയും മാനസികമായും സാമ്പത്തികമായും പ്രതിസന്ധിയിലാക്കുന്ന ക്യാൻസർ എന്ന മഹാവിപത്തിനെതിരെ ബോധവൽക്കരണത്തോടൊപ്പം സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ CSR പദ്ധതിയാണ് സഞ്ജീവനി. പദ്ധതിയുടെ ഭാഗമായി മലബാർ മേഖലയിലെ ക്യാൻസർ ബാധിതരുടെ കൈത്താങ്ങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കൈകോർക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും ഫെഡറൽ ബാങ്കിന്റെ കോഴിക്കോട് സോണൽ മേധാവിയും സീനിയർ വൈസ് പ്രസിഡന്റുമായ സുധീഷ് A പറഞ്ഞു. ഫെഡറൽ ബാങ്കുമായുള്ള പങ്കാളിത്തം നിരവധി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസകരമാവുമെന്ന് കെയർ ഫൗണ്ടേഷൻ പ്രതിനിധികൾ അറിയിച്ചു. അർബുദത്തിനെതിരായുള്ള അവബോധവും അർബുദ ബാധിതർക്കുള്ള ധനസഹായവും അടങ്ങിയ CSR പദ്ധതിയാണ് സഞ്ജീവനി. ക്യാൻസർ രോഗികൾക്ക് രോഗനിർണയം അടക്കമുള്ള ചികിത്സാ ചെലവുകൾക്കായാണ് സഹായധനം വിനിയോഗിക്കുന്നത്. ഫെഡറൽ ബാങ്കിന്റെ CSR മേധാവി ഷാജി KV, കോഴിക്കോട് റീജിയണൽ മേധാവി പ്രമോദ് കുമാർ TV, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ബിന്ദു M, ബാങ്കിന്റെ കുന്നമംഗലം ശാഖ മാനേജർ റിതു ജോയ്, MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രതിനിധീകരിച്ച് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻ കുട്ടി വാര്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ AJ ബാബു, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഹമദ് ബിൻ ഖാലിദ്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അഡ്വക്കേറ്റ് ബവിത P തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതിയറ BEM UP സ്കൂളിൽ കുട്ടികൾക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലന പരിപാടി. ബീച്ച് ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ സന്ദീപ് ദാസ് KP, സുജിത്ത് M എന്നിവർ നേതൃത്വം നൽകി. പുതിയറ BEM UP സ്കൂൾ സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലന പരിപാടിയിൽ ബീച്ച് അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സന്ദീപ് ദാസ് KP, സുജിത്ത് M എന്നിവർ പരിശീലനം നൽകി. ഈ പിന്ന് റിലീസ് ചെയ്തു. ഈ പിന്ന് റിലീസ് ചെയ്തതിന് ശേഷം ഇത് എവിടെയാണോ ഫയർ ഉള്ളത് അതിന് നേരെ പിടിക്കുക. അപ്പം എവിടെയാണോ ഫയർ ഉള്ളത് അതിലേക്ക് എയിം ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യാണ് വേണ്ടത്. പ്രസ് ചെയ്യുമ്പോൾ എക്സ്റ്റിങ്ക്വിഷൻ മീഡിയ പുറത്തേക്ക് വരുന്നതാണ്. പൈപ്പിലൂടെ ഒരു മഞ്ഞപ്പൊടി അങ്ങനെ പുറത്തേക്ക് വരികയാണ്. പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് അധ്യക്ഷയായിരുന്നു. പാളയം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു, BRC സൗത്ത് ട്രെയിനർ ജയ, PTA പ്രസിഡന്റ് അരുൺകുമാർ, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങളായ മുസമ്മിൽ PM, ഉണ്ണികൃഷ്ണൻ, MPTA അംഗങ്ങളായ ഷെമീന, സീന രഞ്ജിത്ത്, ഷഹർബാൻ, SRG കൺവീനർ ആൻസി ചീരൻ, റെസിഡൻസ് ഭാരവാഹികളായ അരങ്ങിൽ ഗിരീഷ് കുമാർ, P ജയദേവ് തുടങ്ങിയവർ സംസാരിച്ചു. ഷജീർ ഖാൻ വയ്യാനം, പ്രേംരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MT വാസുദേവൻ നായരുടെ ഗോപുരനടയിൽ എന്ന നാടകത്തെ ആസ്പദമാക്കി സംവാദം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ബാനു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഫറൂഖിലെ വായനക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംവാദ സദസ്സ് നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ ബാനു പ്രകാശ് നിർവഹിച്ചു. ഇല്ലാത്ത 7 മാസങ്ങളാണ് മലയാളി കടന്നു പോകുന്നത്. മലയാളിക്ക് മുൻപിൽ എപ്പോഴും എന്ത് പറയുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. പലർക്കും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കൊക്കെ MTയിൽ നിന്നും എന്താണ് കിട്ടാനുള്ളത് എന്നുള്ളത്. ഇല്ലാത്ത 7 മാസം കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത് ഇല്ലേ, മലയാളിയുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? നോവലിസ്റ്റായിട്ടും അതുപോലെ ചലച്ചിത്രകാരനായിട്ടും പത്രാധിപരായിട്ടും സാംസ്കാരിക പ്രവർത്തകനായിട്ടും മറ്റ് ഉന്നത സ്ഥാപനങ്ങളുടെ, വലിയ രീതിയിലുള്ള സ്ഥാപനങ്ങളുടെ മേധാവിയൊക്കെ ആയിട്ട് കേരളത്തിന്റെ, പ്രത്യേകിച്ച് മലയാളത്തിന്റെ മണ്ണിൽ നിറഞ്ഞു നിന്ന ഒരു ആളാണ്. ഇപ്പോഴും ഗോപുരനടയിൽ എന്ന നാടകത്തിൽ അഭിനയിച്ച നടി LC സുകുമാരൻ അഭിനയ അനുഭവങ്ങൾ പങ്കുവച്ചു. വായനക്കൂട്ടം പ്രസിഡന്റ് അജിത് കുമാർ പൊന്നേംപ്രമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അരവിന്ദൻ പുറ്റേക്കാട്, PP രാമചന്ദ്രൻ, P രാധാകൃഷ്ണൻ, ദേവദാസ് മാട്ടുപുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. MTയുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള കരോക്കെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം പുസ്തകങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും വലിയ ലോകമുണ്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകരെന്ന് സാഹിത്യകാരൻ PK പാറക്കടവ്. അധ്യാപക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനവും അധ്യാപക ശില്പശാലയും ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സാഹിത്യകാരൻ PK പാറക്കടവ് ഉദ്ഘാടനം നിർവഹിച്ചു. വാക്കിന് തോക്കിനേക്കാൾ ശക്തിയുണ്ടെന്നും ഫാസിസ്റ്റ് ഭരണാധികാരികൾക്ക് എഴുത്തുകാരെ ഭയമാണെന്നും അതുകൊണ്ടാണ് അവർ പുസ്തകങ്ങൾ കത്തിക്കുന്നതെന്നും ഗ്രന്ഥശാലകൾ തീയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുസ്തകങ്ങൾ നശിച്ച നമ്മുടെ സംസ്കാരമില്ലാതാവും. പുസ്തകങ്ങളില്ലാതായ നമ്മുടെ ചരിത്രമില്ലാതാവും. പുസ്തകങ്ങളില്ലാതായ നമ്മുടെ ഓർമ്മയില്ലാതാവും. ഇതൊന്നും ഇല്ലാതാവുന്ന ഒരു ജനതയെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ഗ്രന്ഥപുരകൾക്ക് തിരിക്കുന്നത്. ഫാസിസ്റ്റുകളായ ഭരണാധികാരികളും ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എഴുത്തുകാരെയും പുസ്തകങ്ങളെയുമാണ്. അതുകൊണ്ടാണ് കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ള എഴുത്തുകാർ കൊല്ലപ്പെട്ടത്. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ TP അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ ഫാസിൽ VK, ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിഷ R, സിറ്റി ഉപജില്ലാ കോർഡിനേറ്റർ ഷാജി കാറോറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുൻ ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ അധ്യാപകർക്കുള്ള ശില്പശാല നയിച്ചു.
റിജു ആവളയുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് ശില്പശാലയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. സച്ചിൻ ദേവ് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അസംഘടിത തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഫ്ലോറിംഗ് തൊഴിലാളികളെ ഒരു കുടക്കീഴിലെത്തിച്ച് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ സജീവമാകുന്നത്. ഇതിന്റെ ഭാഗമായി മേഖലാതലത്തിൽ ഓഫീസ് ആരംഭിച്ചു. ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിയാസ് അധ്യക്ഷനായിരുന്നു. KFTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാറൂൺ താജ് മുഖ്യപ്രഭാഷണം നടത്തി. ആദ്യഘട്ടം മേഖലാതലത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫ്ലോറിംഗ് തൊഴിലാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ അഥവാ KFTU. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. KFTU ജില്ലാ പ്രസിഡന്റ് രാധേഷ്, സെക്രട്ടറി അബി കൈതപ്പൊയിൽ, ട്രഷറർ ദിനേശ് ഒടുംബ്ര, ജോയിന്റ് സെക്രട്ടറിമാരായ വിജീഷ് NIT, സരിൻ പേരാമ്പ്ര, വൈസ് പ്രസിഡന്റ് ഷബിലേഷ് കൊടുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കോഴിക്കോട് ആസ്റ്റർ മിംസിൽ അഡ്വാൻസ് സെന്റർ ഫോർ റോബോട്ടിക് സർജറി വിഭാഗം വിപുലീകരിച്ചു. യൂണിറ്റിന്റെ ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ആസ്റ്റർ മിംസിൽ സമ്പൂർണ്ണ റോബോട്ടിക് സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സർജറികൾ റോബോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയും. യൂണിറ്റ് ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ആസ്റ്റർ മിംസിനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ ഒന്നെണ്ണം കോഴിക്കോട് മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലും കണ്ണൂരിലും വയനാട്ടിലുമൊക്കെ ഇതിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. ഒരേ മാനേജ്മെന്റ് കീഴിലാണ്. പക്ഷെ ഇവിടെയുള്ള അനുഭവമാണല്ലോ അക്കാദമി യോഗ്യതയേക്കാൾ അനുഭവജ്ഞാനമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ വിലയിരുത്തലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഒട്ടേറെ തവണ ഈ തുടങ്ങിയ കാലം മുതൽ പ്രത്യേകിച്ച് ഞാൻ മാവൂർ റോഡിലെ ആസ്റ്റർ മിംസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബ്രഹാം മാമൻ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ പൊന്മാടത്ത്, ഡോക്ടർ രവികുമാർ, ഡോക്ടർ KV ഗംഗാധരൻ, ഡോക്ടർ സജീഷ് സഹദേവൻ, ഡോക്ടർ VP സലീം, ഡോക്ടർ T നാസർ, ഡോക്ടർ ബിജോയ് ജേക്കബ്, ഡോക്ടർ അഭയ് ആനന്ദ്, ഡോക്ടർ R സൂർദാസ്, ഡോക്ടർ അഭിഷേക് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജനകീയ സമരത്തിന് CPI നേതൃത്വം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി P ഗവാസ്. ഓണത്തിന് 1,00,000 പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്ന് മന്ത്രി MB രാജേഷ്.
സ്ത്രീ മുന്നേറ്റത്തിൽ കേരളം മുൻപന്തിയിലാണെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷനിലൂടെ MVR ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് സഹായഹസ്തം ലഭിക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.